हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രേക്ഷകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് ജൂലൈ 18 ശനിയാഴ്ചയാണ്. 10 മണിയാണ്. ഇപ്പോൾ GMT അനുസരിച്ച് ഇപ്പോൾ വൈകുന്നേരം 4:30 മണിയാണ്. പ്രേക്ഷകരെ, ഇത് രാഹുദ പരിപാടിയുടെ സമയമാണ്. പ്രേക്ഷകരെ, കാദ്യാൻ ദാറുൽ അമലിൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാം രാഹുദ പ്രോഗ്രാമിൻ്റെ 4 പ്രോഗ്രാമുകൾ അടങ്ങിയ പ്രോഗ്രാമുമായിട്ട് എപ്പിസോഡ് പ്രോഗ്രാം നമ്മൾ ഹാജരാണ്. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. ഈ സീരീസിൽ നാം അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകരായ ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് ഖാദിയാനിയുടെ വാഗ്ദത്ത മസിഹായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ സറൂറത്തുൽ ഇമാം എന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതാണ്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ രാഹുദ പ്രോഗ്രാം ലൈവിനോടൊപ്പം തന്നെ ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാം കൂടിയാണ്. അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് തങ്ങളുടെ ചോദ്യങ്ങൾ മുഖേന പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം നമ്മൾ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഇവിടെ നമ്മുടെ സന്നിഹിതരായിരിക്കുന്ന പണ്ഡിതന്മാർക്ക് സമർപ്പിക്കുകയും അവർ ഈ പ്രോഗ്രാം മുഖേന നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതുമാണ്. നമ്മളുമായി ബന്ധപ്പെടുന്നതിന് ടെലിവിഷൻ സ്ക്രീനിലുള്ള കോൺടാക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാവുന്നതാണ്. ടെലിഫോൺ ലൈൻ മുഖേന ബന്ധപ്പെടാവുന്നതാണ്. ടെക്സ്റ്റ് മെസ്സേജ്, അതുപോലെ ഫാക്സ് മെസ്സേജ്, അങ്ങനത്തെ സൗകര്യങ്ങളുമുണ്ട്. പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ ഇപ്പം സന്നിഹിതരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ പാനൽ അവരെ ഞാൻ പരിചയപ്പെടുത്താം. മോഹത്തറം മൗലാന അഹമ്മദ് കൗസർ സാഹിബ്, അതുപോലെ മൗലാന കെ താരിഖ് അഹമ്മദ് സാഹിബ് ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. നാം ഇവർ രണ്ടുപേരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരെ, അള്ളാഹു മനുഷ്യൻ്റെ ആധ്യാത്മികമായ മാർഗദർശനത്തിന് വേണ്ടി എപ്പോഴും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസരെ നിയോഗിക്കാറുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തും അവരുടെ വെല്ലുവിളി അനുസരിച്ച് ജനങ്ങളെ മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയിട്ടാണത്. സറൂറത്തുൽ ഇമാം എന്ന ഗ്രന്ഥം ഇത് വിവരിക്കുന്നു. അതായത് വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ വ്യാഖ്യാനം, അതിൻ്റെ കർമ്മ മാതൃക, അതിനായിട്ടൊരു ഇമാമിൻ്റെ ആവശ്യകതയുണ്ട്. ഈ ഒരു ലക്ഷ്യമാണ് ഒരു ഇമാമിലൂടെ പൂർത്തിയാക്കുന്നത്. പ്രേക്ഷകരെ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ ഒരു സുപ്രധാന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതാണ്. ഈ ഒരു ആമുഖത്തിന് ശേഷം ഞാൻ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം അഹമ്മദ് കൗസർ സാഹിബിനോടാണ്. അതായത് ഇമാമുസ്സമാൻ്റെ അദ്ദേഹത്തിൽ എന്തൊക്കെ ആത്മീയ ശക്തികളുണ്ടായിരിക്കേണ്ടത് അതിനെ കുറിച്ച് വിശദീകരണം നൽകിയാലും. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാമിൻ്റെ ആവശ്യകത എന്ന ഗ്രന്ഥം, അതിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗ്രന്ഥം 1297 എഴുതപ്പെട്ടത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം 1891 തൻ്റെ ഗ്രന്ഥം ഇസാലെ ഓഹാം എന്ന ഗ്രന്ഥം അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അള്ളാഹു എന്നെ മസീഹും മഹദി എന്ന സ്ഥാനം നൽകി അലങ്കരിച്ചിരിക്കുന്നു. ഇത് അള്ളാഹു ആഗ്രഹിച്ചതാണ്, അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം ഭാഗത്തു നിന്നല്ല ഞാൻ ഇത് വിളംബരപ്പെടുത്തുന്നത്. ഇസാല ഓഹാം എന്ന ഗ്രന്ഥം അത് മുഴുവൻ രാജ്യത്തും വ്യാപിച്ചു. വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണത്. അതിനുശേഷം ഒരു കൊടുങ്കാറ്റ് തന്നെ മസീഹ് ഒരു കൊടുങ്കാറ്റിനെ ഉയർത്തപ്പെടുന്ന എതിർപ്പിൻ്റെ കൊടുങ്കാറ്റ് ഉയരുകയുണ്ടായി. അതിനുശേഷം കുറച്ച് ആൾക്കാർ വിശ്വസിച്ചു, ചില ആളുകൾ വിശ്വസിച്ചു, ചിലർ അവിശ്വസിച്ചു. 1894 വർഷം വരികയുണ്ടായി. ഇന്നലി മഹദീന ആയത്തൈൻ എന്ന ഹദീസ് വിശുദ്ധ ഖുർആൻ്റെ ആയത്തനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഗ്രഹണം സംഭവിക്കുകയുണ്ടായി.
മുഴു ലോകത്തിനും മനസ്സിലാവുകയേണ്ട ഇമാം മഹദി ഇദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സത്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. അവിടുന്ന് അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അള്ളാഹു ഈ അടയാളം എൻ്റെ സത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കാണിച്ചത് എന്നത്. ആ കാലഘട്ടത്തിൽ റേഡിയോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുജനങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി ഇമാമിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത്. ഇങ്ങനെ തെറ്റിദ്ധാരണയാണ് ഒന്ന്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാമിൻ്റെ കാബയുണ്ട്, ഇന്ന ഇമാം പേര് സാഹിബുമുണ്ട്, ഒരുപാട് ഇമാമുകളുണ്ട്, ഒരുപാട് ഇമാമുകളുണ്ട്. പിന്നെ വേറൊരു ഇമാമിനെ വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ഇസറുത്തുൽ ഇമാമുമായി ബന്ധപ്പെട്ട അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം അത് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇനി ഇത് തീരുമാനിക്കുക എന്നുള്ളത്, ഇമാം ആരാണ് എന്നുള്ളത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ അതിൻ്റെ 5 ഖുവ്വത്തുകളും കഴിവുകളെ സംബന്ധിച്ചും ഗുണങ്ങളെ സംബന്ധിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ധാർമ്മിക ഗുണങ്ങളാണ്. രണ്ടാമത്തത് ഇമാമത്താണ്. 3 വിജ്ഞാനത്തിൻ്റെ വിശാലതയാണ്, അതായത് അതുപോലെ തന്നെ നിശ്ചയദാർഢ്യം. 5-മത്തെ അള്ളാഹുവിലുള്ള സ്വീകാര്യത്തിന് ഇഖ്ബാലാണ്. ഈ 5 ഖുവ്വത്തുകൾ, ഈ ഗുണങ്ങൾ ഇതാരിലാണ് കാണപ്പെടുന്നത്? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ധാർമ്മിക ഗുണം അതാണ് ഏറ്റവും കൂടെ ഒന്നാമതായി നോക്കപ്പെടുന്നത്. ഈ ഒരു തത്വത്തിനനുസരിച്ച് അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അവിടുന്ന് ധാർമ്മികതയുടെ ഉന്നത സ്ഥാനത്ത് നിലകൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയായിരുന്നു. അവിടുത്തെ സംബന്ധിച്ച് അള്ളാഹു തന്നെ സാക്ഷ്യം നൽകേണ്ട വഇന്നക ലഅലാ ഖുൽഖിൻ അസീം, നീ ഉയർന്ന ധാർമ്മികതയുടെ നിലവാരത്തിൽ നിലകൊള്ളുന്നവനാണ്. നീ തഖല്ലഖൂ ബി അഖ്ലാഖ് എന്ന അതിൻ്റെ ഉന്നത ധാർമ്മികത അത് ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൽ കാണപ്പെട്ടിരുന്നു. ഒരു ഹുൽക്കും ഒരു ധാർമ്മികത ഗുണവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൽ കാണപ്പെടാത്തതായിട്ട്. ഉദാഹരണമായിട്ട് ചിലത് എന്താണെന്ന് വെച്ചാൽ റഊഫ് റഹീം, അവിടുന്ന് റൌഫും റഹീമായിരുന്നു. അള്ളാഹുവിൻ്റെ സിഫത്ത് അനുസരിച്ച് തഖല്ലഖൂ ബി അഖ്ലാഖില്ല, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ സ്വായത്തമാക്കുക എന്നുള്ളത്. അവിടുന്ന് റഹീമായിരുന്നു. അവിടുന്ന് വളരെയധികം അതിഥികളെ സൽക്കരിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ മറ്റ് കണ്ണെടുക്കുന്നവനായിരുന്നു. വളരെയധികം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരായിരുന്നു. ക്ഷമ കൈക്കൊള്ളുന്നവനായിരുന്നു. ശുക്ർ ചെയ്യുന്ന ആളായിരുന്നു. ലജ്ജ കാണിക്കുന്ന ആളായിരുന്നു. കണ്ണുകൾ താഴ്ത്തുന്ന ആളായിരുന്നു. ആത്മാർത്ഥത കാണിക്കുന്ന ആളായിരുന്നു. ഈ ഗുണങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൽ അവിടെ കാണപ്പെട്ടിരുന്നു. ഇതുകൂടാതെ മറ്റെന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ അതൊക്കെ അദ്ദേഹത്തിൽ കാണപ്പെട്ടിരുന്നു. അതിനുശേഷം എന്തുണ്ടായി? ഒരു വലിയൊരു ഘട്ടം വരുന്നു, അതായത് ശത്രുക്കൾക്ക് മാപ്പ് നൽകുക എന്നുള്ള ഘട്ടം വരുന്നു. അവരും അദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്നവരായിരുന്നു. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ഡോക്ടർ മാർട്ടിൻ ക്ലാർക്ക് ഒരു കേസ് കൊടുക്കുകയുണ്ടായി. ബട്ടാലയിലാണ് ആ കേസ് ഉണ്ടായിരുന്നത്. വധശ്രമ കേസായിരുന്നു അത്. അതായത് മിർസ ഗുലാം സാഹിബ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ അയച്ചു എന്നുള്ളത്. കേസ് നടക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള സാക്ഷ്യങ്ങളും പൂർത്തിയാക്കുകയുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സൂചന നൽകിയിട്ട് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ മിർസ ഗുലാം സാഹിബാണ് ചെയ്തത് എന്നുള്ളൊരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഡഗ്ലസ് സാഹിബ് ആ സമയത്ത് ജഡ്ജായിരുന്നു. ഇത് സംഭവം അദ്ദേഹം വളരെ പരിഭ്രമിച്ചിരുന്നു. അതായത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ചെയ്തതായിട്ട്. ഏതായാലും അദ്ദേഹം ചില അത് കണ്ട് അദ്ദേഹം ഭയപ്പെടുകയുണ്ടായി, ചില ദൃശ്യങ്ങൾ കാണുകയും അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനം, ഒരു ഭാഗത്ത് മുഴുവൻ ലോകവും, എന്നിട്ട് അദ്ദേഹം 1897 ഒരു തീരുമാനം കൽപ്പിക്കുകയും വിധി പറയുകയുണ്ടായി. ആ ബട്ടാലയിൽ അവിടുന്ന് അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എല്ലാ ആരോപണങ്ങളിൽ നിന്നും ഞാൻ ആദരപൂർവ്വം വിട്ടയക്കുന്നു, താങ്കൾക്ക് ഹക്ക് നൽകുന്നു, അവകാശം നൽകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർട്ടിൻ ക്ലാർക്കിനെതിരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാവുന്നതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞ സദസ്സിൽ പറയുകയുണ്ടായി, ഞാൻ ഇവർക്കെതിരിൽ ഒരു തരത്തിൽ കേസ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ കേസ് അത് അള്ളാഹുവിൻ്റെ പക്കലാണ്. ഏതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാർമ്മികത കാണിച്ചതുപോലെ
കുഫാറുകളോട് പറയുകയാണ് ലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇസ്ഹബു അൻതും തുൽഖ എന്ന് പറഞ്ഞതുപോലെ അതേ രീതിയിലാണ് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉത്തര മറുപടിയിൽ പറഞ്ഞത്. ഇതിനെക്കാട്ടും നല്ലൊരു ധാർമ്മിക നിലവാരം മറ്റെന്താണ്? അത് ശത്രുക്കൾക്ക് പുറത്തു കൊടുക്കുക. അദ്ദേഹത്തെ ഒരുപാട് ഇടങ്ങേറാക്കുകയുണ്ടായില്ല അവർ. എന്നാൽ പ്രതികാരത്തിന് സമയം എത്തിയപ്പോൾ അത് എൻ്റെ പ്രതികാരം എന്നുള്ളത് അത് അള്ളാഹു അതെടുക്കുന്നതായിരിക്കും, ഞാനത് അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ വക്കീൽ പേപ്പർ പത്രം അത് മൗലാന ആസാദായിരുന്നു, അബുൽ കലാം ആസാദായിരുന്നു അദ്ദേഹത്തിൻ്റെ മേൽനോട്ടിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതിൽ 4 ലൈനുകൾ അദ്ദേഹം വരികൾ എഴുതുകയുണ്ടായി. നമുക്ക് ഒരു കളങ്കവും മിർസ സാഹിബിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നില്ല. പരിശുദ്ധമായ ജീവിതം അത് നയിച്ചുകൊണ്ടിരുന്നത്. ഒരു മുത്തക്കിയുടെ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മിർസ സാഹിബിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തുടക്കം മുതൽ ആദ്യത്തെ 50 വർഷത്തെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ഗുണങ്ങളും അതൊക്കെ വളരെ നല്ല രീതിയിലാണ് ഇത് അദ്ദേഹമാണ് അതിന് സാക്ഷി നൽകുന്നത്. അതായത് ഒരു തരത്തിലുള്ള കളങ്കവും അദ്ദേഹത്തിൽ നമുക്ക് ആരോപിക്കാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഹുസ്ന അഖ്ലാഖ് എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ശത്രു പോലും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് ഇമാമത്തതാണ്, അതായത് നേതൃത്വം. അതിനുള്ള ആ ശക്തി അദ്ദേഹത്തിലുണ്ടായിരിക്കും. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് അള്ളാഹുവിന് ആ ശക്തി നൽകുകയുണ്ടായി. റുഹാൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അവസ്ഥക്കനുസരിച്ച് കൗമിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് മാർഗദർശനം നൽകുകയുണ്ടായല്ലോ. അതായത് ഇമാമത്തിൻ്റെ കടമ അത് നിർവഹിക്കുകയുണ്ടായി. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇസ്ലാമിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ഒരു വലിയ മതിൽ എന്നോണം അവിടുന്ന് എഴുന്നേൽക്കുകയുണ്ടായി. ഏറ്റവും ആദ്യമായി ബറാന അഹമ്മദിയ, അതിനുശേഷം 80ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ മാർഗദർശനം നൽകിയത് അത് അദ്ദേഹം ഒരു വലിയ മുസ്ലിങ്ങൾക്ക് ഒരു വലിയൊരു അത് ജിഹാദ് ഫി സൈഫിൻ്റെ ഒരു സംഗതിയായിരുന്നു. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ മസീഹ് മൗഊദ് എഴുതുകയുണ്ടായി. ഇത് അവിടുന്ന് ചെയ്ത ഒരു വലിയ പ്രവൃത്തിയാണ്, വലിയ സേവനമാണ്. അത് ഇമാമത്ത്, അതായത് നേതൃത്വത്തിൻ്റെ ഇമാമത്തിൻ്റെ കടമ അത് നിർവഹിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു ഇന്നമൽ ഇമാം ജുന്നത്തുൻ യുഖാത്തിലു മിൻ വറാഇഹി വയുതഖബ്ബിഹി, അതായത് ഞാൻ ഇമാം മഹദിയാണ്, എൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക, എന്നെക്കാളും മുന്നോട്ട് ഗമിക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾ തീർന്നു പോകും. അതായത് ആരാണോ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത്, അദ്ദേഹം അവരുടെ പരിചയത്തിയിരുന്നു, അവർക്ക് ഒരു തരത്തിലുള്ള ക്ലേശവും ഉണ്ടായില്ല. വസക്കൽ ഫിൽ ഇൽം, അതായത് ഇൽമിൻ്റെ വിശാലത, അവിടുന്ന് മഹദിയായിരുന്നു. ഹിദായത്തും ജ്ഞാനവും നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. എവിടെ എന്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്, അള്ളാഹു അദ്ദേഹത്തിന് തന്നരുളുകയുണ്ടായി. അതിന് 80ഓളം ഗ്രന്ഥങ്ങൾ അതിന് സാക്ഷിയാണ്. അവിടുന്ന് എങ്ങനെയാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത് എന്നതിനും ഒരു ചെറിയ ഉദാഹരണം ഞാൻ നൽകാം. മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി അദ്ദേഹത്തിൻ്റെ ഇസാലുവഹാം എന്ന ഗ്രന്ഥം വായിച്ചപ്പോൾ അയാൾ പറയാൻ തുടങ്ങി, ഞാൻ മിർസ ഗുലാം അഹമ്മദ് സാഹിബിന് അറബി അറിയില്ല, അറബീൻ്റെ ഒരു പദം പോലും അദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹത്തിന് എന്ത് വാദമാണ് പിന്നെ ഉന്നയിച്ചിട്ടിരിക്കുന്നത്? ഇത് 1891 വർഷത്തെ സംഭവമാണിത്. 1893 ആയിന കമാലത്തെ ഇസ്ലാം എന്ന ഗ്രന്ഥം വരുന്നു. അതിൻ്റെ അവസാന ഭാഗം അത്തബ്ലീഗ് എന്നത് അറബിയിലുള്ള ഭാഗമാണ്. അതും അള്ളാഹുവിൻ്റെ ഒരു വലിയ മൗലാന അബ്ദുൽ കരീം സാഹിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുസൂർ നിങ്ങൾ ഉറുദുവിലും എഴുതുക, ഫാർസിയിൽ എഴുതുക, അറബിയിലും എഴുതിയാലും. ഹുസൂർ പറയുകയുണ്ടായി, എനിക്ക് അറബി അറിയില്ലല്ലോ, ഞാൻ ഉറുദുവിൽ കൊണ്ടുവരുന്നു, അതിനുശേഷം നമുക്ക് അറബി ചെയ്യാം. ഹുസൂർ അത് പറഞ്ഞ് അകത്തേക്ക് പോയി. എന്നതിന് ശേഷം ആ ഖസീദായ ഐന ഫൈസില്ലാഹി വൽ ഇർഫാനി, അത് 3 ഖസീദകൾ അവിടുന്ന് രചിക്കുകയുണ്ടായ, അത് തബ്ലീഗിൻ്റെ ഒപ്പമാണ് എഴുതിയിരിക്കുന്നത്. ഹുസൂർ പറയുന്നു, ഞാൻ പോയതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു എനിക്ക് ഒരു രാത്രിയിൽ 40,000
40,000 ധാതുക്കൾ, അറബി ധാതുക്കൾ എന്നെ പഠിപ്പിച്ചു. ഒരു രാത്രിയിൽ അറബി ധാതുക്കൾ പഠിപ്പിക്കുക എന്നുള്ളത്, അതായത് ഉദാഹരണത്തിന് സറബ എന്നുള്ളത്, സറുബുൻ, അതിനുശേഷം എണ്ണമറ്റ ആ സീകകൾ, ആ പദങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇതാണ് മഹദി. അള്ളാഹു ഹിദായത്ത് നൽകുന്ന ആൾ, അള്ളാഹു പഠിപ്പിക്കുന്ന ആൾ. എന്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ അത് മസീഹ് അത് അള്ളാഹു ഇൽഹാമു മുഖേന അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനെ ചെയ്യണമെന്ന് പറയുകയും ഇങ്ങനെ ചെയ്തെന്ന് പറയുകയും ചെയ്തു. ഇത് ഉസ്താദുൻ ഫിൽ ഇൽമാണ്. ഏത് പണ്ഡിതൻ, ഏത് പേര്, ഏത് മസ്ജിദിലെ ഇമാമാണ് ഈ ഗുണങ്ങളൊക്കെ ഉള്ളത്? അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം വിളംബരപ്പെടുത്തുകയുണ്ടായി. ഞാൻ അള്ളാഹുവിൽ നിന്ന് വിജ്ഞാനം നേടിക്കൊണ്ട് എനിക്കറിയാം, അതായത് ലോകത്തിൻ്റെ പ്രയാസങ്ങൾക്ക് എൻ്റെ ദുആകൾ സ്വീകരിക്കപ്പെടുമെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നില്ല. എനിക്ക് നൽകപ്പെട്ടുള്ള ഖുർആനിക ജ്ഞാനങ്ങൾ, ആ വിശാലതയും ആ നിഗൂഢ രഹസ്യങ്ങൾ, അത് ഞാൻ മനസ്സിലാക്കിയത് അത് മറ്റുള്ളവർക്ക് ഒരിക്കലും അത് എഴുതാൻ സാധ്യമല്ല. ഇന്നൊരു ലോകം ഒരുമിച്ച് കൂടിയുണ്ട്. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഞാൻ വിജയിക്കുന്നതായിട്ട് അവർ കാണുന്നതാണ്. എല്ലാ ആളുകളും എനിക്കെതിരെ വന്നാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാനായിരിക്കും വിജയിക്കുന്നത്. നോക്കൂ, ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നു, ഞാൻ തുറന്ന് നിങ്ങളോട് പറയുകയാണ്, ഈ സമയത്ത് മുസ്ലിങ്ങളെ, നിങ്ങളിലുണ്ട് ആ ആളുകളുമുണ്ട്, അത് മുഫസ്സറും മുഹദ്ദിസുകളെ ആളുകൾ വിൽക്കപ്പെടുന്ന ആളുകളുണ്ട്, ഖുർആൻ്റെ വിജ്ഞാനങ്ങൾ ഉള്ളവരാണെന്ന് വാദിക്കുന്നവരാണ്, അവർക്ക് സാഹിത്യ സമ്പുഷ്ടരാണ് അക്കാര്യത്തിൽ നിന്ന് പറയുന്ന ആളുകളുണ്ട്, ഫുഖാക്കൾ ആളുകളുമുണ്ട്, ചിഷ്തി, ഖാദിരി എന്നൊക്കെ, നക്ഷബന്ദി, സുഹ്റബന്ദി എന്നൊക്കെ വിളിക്കപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളെ കൂട്ടമുണ്ട്. എഴുന്നേൽറ്റ് വരൂ, എന്നെ നേരിടാൻ വേണ്ടി വന്നുകൊള്ളൂ. ഇതാണ് ഇമാമിൻ്റെ ഗുണങ്ങൾ, ഇമാമിൻ്റെ കഴിവ്, ശക്തി ഇതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇമാം എന്ന് പറഞ്ഞപ്പോൾ ആ ഗുണങ്ങളും അദ്ദേഹത്തിന് അള്ളാഹു നൽകുകയുണ്ടായില്ല, ആ ശക്തിയും ആ കഴിവുകൾ നൽകുകയുണ്ടായി. നാലാമത്തെ കാര്യം മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറഞ്ഞത് ഖുവ്വത്തെ അസം എന്നുള്ളതാണ്, അതായത് നിശ്ചയദാർഢ്യം. വൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം നിശ്ചയിച്ചാൽ അള്ളാഹുവിനെ തവക്കൽ ചെയ്യുക. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് അള്ളാഹു ആ തവക്കൽ നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു തരിമ്പും പോലും സംശയമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്തുള്ള. അദ്ദേഹം പറയുന്നു, എനിക്ക് ഈ ദിവ്യ ഭാഷണങ്ങൾ അത് സുദൃഢമാണ്. ഞാൻ ഒരു സമയത്ത് പോലും, നിമിഷ നേരത്തേക്ക് പോലും ഞാനത് സംശയിക്കുകയാണെങ്കിൽ ഞാൻ കാഫിറായിത്തീരും. എൻ്റെ ആഖിറത്ത് അവസാനിച്ചു പോകും, നശിച്ചു പോകും. എനിക്ക് ഇറങ്ങിയിട്ടുള്ള വചനങ്ങൾ അത് തീർച്ചയായും സുദൃഢവും അഖണ്ഡവുമാണ്. അതുപോലെ ആരെങ്കിലും സൂര്യനെ കണ്ടുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തെ ആരും സംശയിക്കില്ലല്ലോ. അതുപോലെ തന്നെ അതുപോലെ ഞാൻ എൻ്റെ വചനങ്ങളിൽ എനിക്ക് ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇറങ്ങിയിട്ടുള്ള ആ വചനങ്ങൾ ഒരിക്കലും സംശയിക്കുന്നതല്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഏതുപോലെ ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നത് പോലെ അവിടുന്ന് അവസാനമായി പറയുന്നു, അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ പ്രഭാവം കാണിക്കുന്നതാണ്. ഞാൻ ലോകത്തൊരു താക്കീതുകാരൻ വന്നു, ലോകം അദ്ദേഹത്തെ വിശ്വസിച്ചില്ല, അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ്. വലിയ ശക്തിമത്തായ ആക്രമണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ സത്യം ലോകത്ത് വെളിപ്പെടുത്തുന്നതാണ്. ഞാൻ വളരെ സ്ഥിരതയോടുകൂടി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥിരത നോക്കുക. ഞാൻ വളരെ നിശ്ചയദാർഢ്യത്തോടെ പറയുകയാണ്, ഞാൻ സത്യത്തിലാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ മേഖലയിൽ എനിക്ക് തന്നെയായിരിക്കും വിജയം. അവസാനത്തെ ചോദ്യം, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് കേൾക്കുന്നതിന് ഖുവ്വത്തെ ഇഖ്ബാൽ അലല്ലാഹ് എന്നുള്ളത്, അള്ളാഹുവിലേക്ക് വിളിക്കുക എന്നുള്ളത്, അതിനൊരു അടയാളമായിട്ട് വിളിക്കുന്നു. ഈ 5 അടയാളങ്ങൾ അതാണ് ഒരു ഇമാമിൽ കാണപ്പെടുന്നത്. ബഹളമുണ്ടാക്കുന്നു ഇന്ന ഇമാമുകൾക്ക്. ഈ ഗുണങ്ങളൊക്കെ ആരിലാണുള്ളത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്യുകയുണ്ടായി, യൂഷിക്കു മൻ ആശ മിൻകും അൻ യൽഖാ ഈസ ഇബ്നു മറിയമ ഇമാമൻ മഹ്ദിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹദി ഇമാം എന്നുള്ളത് അതാരാണ്? ഇദ്ദേഹമല്ലാതെ മറ്റാരാണുള്ളത്? മറ്റാരെങ്കിലും ഉണ്ടെങ്കിലും അത് വരുമായിരുന്നു. മസീമോദ് ക്ഷണിക്കുന്നുണ്ട് എല്ലാവരെയും, നിങ്ങൾ ഈ 5 ഗുണങ്ങൾ, ഈ 5 സിഫത്തുകൾ എന്നെ നേരിടാൻ വരുന്നുള്ളൂ, ലോകം കാണുന്നതായിരിക്കും യഥാർത്ഥ ഇമാം മഹദി ആരാണ് എന്ന്. ആകയാൽ
ആരാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും അവരോട് നമ്മൾ വളരെ മനയോട് പറയുന്നു. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളിൽ ചിന്തിക്കുക. അവിടെയും ഇവിടെയുള്ള രവായത്തുകളൊക്കെ കൊണ്ടുവന്നാണ് അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ വ്യാജ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. എനിക്ക് ഇത്രയും പറഞ്ഞ് ഞാൻ മറുപടി നിർത്തുകയാണ്. അടുത്ത ചോദ്യം കെ താരിഖ് സാബിനോടാണ്. ഇപ്പോൾ ഇവിടെ മോത്സവ് പറഞ്ഞതുപോലെ കാലഘട്ടത്തിൻ്റെ ഇമാമിനുള്ള കഴിവ് എന്ന് പറയും ഇഖ്ബാൽ അലല്ലാ, അള്ളാഹുവിൽ സ്വീകാര്യത, ദൈവോന്മുഖത എന്നൊക്കെയാണ്. അതുപോലെ ഇൽഹാം മുഖേന അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അറിവും അതുപോലെ ജ്ഞാനവും ലഭിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കേൾപ്പിക്കാമോ? ജസാക്കുമുല്ലാ. ഔസു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അള്ളാഹു അതിൽ പറയുന്നു, ആതാ കുല്ല ഷൈഇൻ ഖൽഖഹു. അള്ളാഹു ഈ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും, അത് പറവകൾക്കാകട്ടെ അതുപോലെ ഇഴജന്തുക്കൾക്കാകട്ടെ എല്ലാവർക്കും ശക്തികൾ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹുവിന് അറിയാം എന്താണ് അവർക്ക് ഭാവിയിൽ സംഭവിക്കുക, എന്തൊക്കെയാണ് പ്രയോജനം ഉണ്ടാകുക എന്നതൊക്കെ. അള്ളാഹു അതുപോലെ തന്നെ ഏത് പരിശുദ്ധാത്മാവിനെയാണ് പ്രവാചകത്വം അല്ലെങ്കിൽ ഇമാമത്ത് ഏൽപ്പിച്ചത്, ചുമതലപ്പെടുത്തിയത്, അവരെക്കുറിച്ചും അള്ളാഹുവിന് അവരുടെ പ്രകൃതവും അറിയാം. അവർക്ക് ദൈവദത്തമായ കഴിവുകളെക്കുറിച്ചും ശക്തികളെക്കുറിച്ചും ശേഷികളെക്കുറിച്ചും അതൊക്കെ തന്നെ അള്ളാഹു പ്രദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പിന്നീട് ഇമാമത്ത് അല്ലെങ്കിൽ നുബുവത്ത് ലഭിക്കും, ആ പദവി അവർക്ക് അലങ്കരിക്കുമെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. ഈ കഴിവുകളെക്കുറിച്ചുള്ള പരാമർശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ചർച്ചയാണ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് ഇമാമിൻ്റെ സവിശേഷമായ കഴിവുകൾ എന്തൊക്കെയാണ്, മറ്റ് ഔലിയാക്കളെക്കാളും അവനെ സവിശേഷമാക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ചർച്ചാ വിഷയം. ഒരു കൂവത്ത്, ഒരു കഴിവ്, അള്ളാഹുവിൽ ഉള്ള സ്വീകാര്യത അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള ശ്രദ്ധ എന്നതാണ് ഒരു കഴിവെന്ന് പറയുന്നത്. അത് ആപൽഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ അത്ഭുത ദൃഷ്ടാന്തം ആവശ്യപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇമാമ് തൻ്റെ തൻ്റെ മിത്രങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ആർക്കെങ്കിലും രോഗത്തിലകപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് ആ ഇമാമ് തിരിയുന്നു. ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് വളരെയധികം വിനയാന്വിതനായി അതുപോലെ തന്നെ വളരെയധികം ഉള്ളുരുക്കത്തോടു കൂടി അള്ളാഹുവിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അർശിലുള്ള മലക്കുകൾ അല്ലെങ്കിൽ ആ മലക്കുകളുടെ ആ ലോകത്ത് പോലും ഒരു പ്രകമ്പനമുണ്ടാകുന്നു. വളരെ വേദനാനിർഭരമായ ഹൃദയത്തോടു കൂടി വളരെ ഉള്ളിറക്കത്തോടെ അള്ളാഹുവിലേക്ക് തൻ്റെ ആത്മാവിനെ ഒഴുക്കിക്കൊണ്ട് ഉള്ള ദുആയിൽ വാനലോകത്തുള്ള മലക്കുകൾ പോലും വിജൃംഭണം കൊള്ളുന്നു. ഈ ഒരു അള്ളാഹുവിലേക്കുള്ള ശ്രദ്ധ, ദൈവോന്മുഖത എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് കുനിയുന്നതിനെക്കുറിച്ച് അതിൻ്റെ പരിണിത ഫലം എന്താണ് ഉണ്ടാകുക? ഒരു കൊടും വേനലിന് ശേഷം ഉണ്ടാകുന്ന മഴ, വർഷപാതം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങളും സഫലമാകുന്നു. അതുപോലെ വിധി മാറ്റി എഴുതപ്പെടുന്നു. അള്ളാഹു ദുആ സ്വീകാര്യതയുടെ ദൃഷ്ടാന്തം വെളിപ്പെടുത്തുന്നു. ആ കാലഘട്ടത്തിൽ ഇമാമ് അള്ളാഹുവിനും സമക്ഷം ചെയ്ത ദുആകൾ അള്ളാഹു സ്വീകരിച്ചരുളുന്നു. ഈ ഒരു കഴിവ്, ഇത് തുടക്കം മുതൽക്ക് തന്നെ അള്ളാഹു ആ ഒരു വ്യക്തിക്ക്, ആ ഒരു പരിശുദ്ധാത്മാവിന്, അതായത് പിന്നീട് ഇമാം അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ആ ഒരു പദവി അലങ്കരിക്കേണ്ട വ്യക്തിക്ക് അള്ളാഹു മുൻകൂട്ടി തന്നെ കൊടുക്കുന്നു. മസീഹ് ഇസ്ലാമിയുടെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ ഒരു കാലഘട്ടത്തിന് ഇമാമിനുണ്ടാകുന്ന ദൈവോന്മുഖത അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള ശ്രദ്ധ എന്നത് സാധാരണ വലിമാരെക്കാളും ഔലിയാക്കളെക്കാളും വളരെ ഉന്നത നിലയിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ വിവിധ ഔലിയാക്കൾ അവരുടെ ദുആകളും അള്ളാഹു സ്വീകരിച്ചു തരുന്നു. അവർക്കും അള്ളാഹു വെളിപാടുകൾ ഇറക്കുന്നു, അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു, അവരെ അഭിസംബോധന ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ പ്രതിഫലമായി അവർ ഔലിയാക്കൾ ഇമാമുക്കളുമായി ഒരു താരതമ്യം നടക്കാൻ സാധ്യമല്ല. അവർ മസീഹ് ഇസ്ലാം ഒരു ഉദാഹരണം സമർപ്പിച്ചത്, ഹദരത്ത് മൂസ അലൈഹി ഇസ്ലാം തൻ്റെ കാലഘട്ടത്തിൽ ഇമാമായിരുന്നു, നബിയായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ബലം ബാവൂറുണ്ടായിരുന്നു. അയാൾക്കും അയാളുടെ അള്ളാഹുവിൻ്റെ ദുആ സ്വീകരിക്കുന്നുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ സംഭാഷണവും അവർ ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഹദരത്ത് മൂസ അലൈഹി ഇസ്ലാമിനെതിരെ നിലകൊണ്ടപ്പോൾ അള്ളാഹു അവനെ നശിപ്പിച്ചു. ബലം ബാവൂർ അങ്ങനെ നശിച്ചു തുടങ്ങി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇതുപോലുള്ള പല സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അബുൽ ഹിക്കം എന്ന വ്യക്തി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ വന്നപ്പോൾ അബൂജഹൽ, അത് യുക്തിയുടെ പിതാവ് എന്ന് പറഞ്ഞത്, അതുപോലെ പരമവിഡ്ഢി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ നബിക്കെതിരെ തിരിയുമ്പോൾ നോക്കുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ശ്രദ്ധയും അള്ളാഹുവിൽ നിന്നുള്ള സ്വീകാര്യതയും ആ ഇമാമിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ നിലയിൽ ലഭിക്കപ്പെടുന്നു എന്നതാണ് നാം കാണുന്നത്. മസീഹ് ഇസ്ലാമിൻ്റെ അള്ളാഹുവിലേക്കുള്ള ശ്രദ്ധയെക്കുറിച്ചുള്ള ഒരു ചെറിയ സംഭവം നിങ്ങൾക്ക് മുന്നേ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ പ്ലേഗ് എന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ഒരുപാട് ജീവൻ അതുകൊണ്ട് പൊലിഞ്ഞു. ആ സമയത്ത് അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് ഒരു ഇൽഹാമായിട്ട് പറഞ്ഞു കൊടുത്തു, ഇനി ഹാഫിദു കുല്ലമൻ ഫിദ്ദാർ, നിൻ്റെ ഈ 4 ചുമരുകൾക്കുള്ളിലുള്ള അല്ലെങ്കിൽ നിൻ്റെ ജമാഅത്തിലുള്ള എല്ലാവരെയും അള്ളാഹു ഈ മാരക രോഗത്തിൽ നിന്നും സുരക്ഷിതമാക്കുന്നതായിരിക്കും. അങ്ങനെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭവനത്തിൽ, വീട്ടിൽ സാഹിബ്സാദ മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബിന് ആ സമയത്ത് പനി പിടിച്ചു. ആ സമയത്ത് ഒരുപാട് ബോഡി ടെമ്പറേച്ചർ കൂടി, എന്നിട്ട് ബോധരഹിതനായി, മൊഹലസിനായി. ആ സമയത്ത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ അവസ്ഥ വിശേഷം കണ്ടപ്പോൾ അള്ളാഹുലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു. ഇക്ബാൽ അലല്ലാ, അതായത് അള്ളാഹു ദൈവോന്മുഖതയുടെ ആ ശക്തി മസീഹ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നും വന്നു. അങ്ങനെ വളരെ ദീനവിലാപത്തോടെ, ദീനരോധനത്തോടെ അള്ളാഹുവിൻ്റെ പക്കൽ കുമ്പിട്ടുകൊണ്ട് ദുആ തുടങ്ങി. മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, മരണത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാകില്ല, എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു ഇൽഹാമുള്ളത്, വെളിപാടുള്ളത് ഈ പ്രകാരമാണ്, രക്ഷപ്പെടുമെന്നത്. അപ്പോൾ എൻ്റെ മകൻ തന്നെ മരണപ്പെടുകയാണെങ്കിൽ ശത്രുക്കൾക്ക് ജമാഅത്തിനെതിരെയും അതുപോലെ എൻ്റെ ഇൽഹാമിനെതിരെയും ആക്ഷേപങ്ങൾ ഉയർത്താൻ വേണ്ടി ഉള്ള അവസരം ലഭിക്കും. പലരും അത് കേട്ട് വഴികേടിലാകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മസീഹ് ഇസ്ലാം തിരിയുകയും വളരെ ഉള്ളുരുക്കത്തോടെ ദുആ ചെയ്യുകയും നമസ്കാരം സുദീർഘമായി നമസ്കരിക്കുകയും ചെയ്തു. മസീഹ് ഇസ്ലാം ഇത്തരുണത്തിൽ പറയുന്നു, എത്രത്തോളം വേദന നിർഭരമായാണ് ഞാൻ ദുആ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹു കശ്ഫ് ഇറക്കി, ജാഗ്രത ദർശനം നൽകി. എൻ്റെ മകൻ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് അസുഖം ഭേദമാക്കിയിരിക്കുന്നു എന്ന് കാണുകയുണ്ട്. അപ്പോൾ നമസ്കാരത്തിന് ശേഷം, നമസ്കാരത്തിലാണ് ആ ദൃശ്യം കാണുന്നത്. നമസ്കാരത്തിന് ശേഷം പോയി മകനെ നോക്കുമ്പോൾ മകന് വെള്ളം കുടിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണ സൗഖ്യം ലഭിച്ചതായി മകന് കണ്ടു. ഇതാണ് ഇമാമിൻ്റെ കാലത്തിൻ്റെ ഇമാമിൻ്റെ ഒരു വ്യതിരിക്തമായ അടയാളം, അതില്ലെങ്കിൽ അവൻ്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവ്. അള്ളാഹുവിലേക്ക് അവൻ തിരിയുമ്പോൾ എല്ലാ തരം കഴിവുകളും പരിശ്രമങ്ങളും അത്യധ്വാനങ്ങളും അതുപോലെ കഴിവുകളൊക്കെ തന്നെ അള്ളാഹുവിലേക്ക് അവൻ സമർപ്പിക്കുന്നു. അതുപോലെ ജീവൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് സഹായമർത്ഥിക്കുന്നു. ആ ഒരു ശക്തിയോടെ അവൻ സഹായമർത്ഥിക്കുമ്പോൾ അള്ളാഹുവും അവന് വേണ്ടി മൃദുലമാകുന്നു, അവൻ്റെ ദുആകൾ സ്വീകരിച്ചരുളുന്നു. അങ്ങനെ കാലഘട്ടത്തിൽ ഇമാമിൻ്റെ സത്യസാക്ഷ്യത്തിൻ്റെ ഒരു അടയാളമായതും മാറുന്നു. ഈ അടയാളം എന്ന് പറയുന്നത് മറ്റ് ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കശ്ഫുകളും ഇൽഹാമുകളെക്കുറിച്ചും ഉള്ള ഒരു കഴിവ് മസീഹ് ഇസ്ലാമിന് പ്രത്യേകമായി നൽകപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് മസീഹ് ഇസ്ലാം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ സമീപസ്ഥനാണ് നബി അല്ലെങ്കിൽ ഇമാം, അവർക്കാണ് ഈ കഴിവുകൾ ലഭിക്കുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് വസ്സലാം ഇതും സംബന്ധിച്ചും പറയുകയുണ്ടായി. കാലഘട്ടത്തിൻ്റെ ഇമാമിന് ലഭിക്കുന്ന വെളിപാടുകളും അതുപോലെ തന്നെ ജാഗ്രത ദർശനങ്ങളും അത് മുഖേന അറിവുകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും പരമജ്ഞാനങ്ങളുടെയും പരമസത്യങ്ങളുടെയും ഖജനാവുകൾ അവന് മുമ്പാകെ തുറക്കപ്പെടുന്നു. അതിൻ്റെ അവസ്ഥയും അതിൻ്റെ അളവുകളും കാണുമ്പോൾ അത് വളരെ ഉന്നതമായ നിലയിലുള്ള വെളിപാടുകളായിരിക്കും. അതിൻ്റെ പരിണിത ഫലമായി ഇമാമിന് അള്ളാഹു അറിവുകൾ തുറന്നു കൊടുക്കുന്നു. ഖുർആനിലുള്ള നിഗൂഢമായ രഹസ്യജ്ഞാനങ്ങൾ അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ വിവിധ ദീനീ മസലകളും അതുപോലെ വിജ്ഞാനങ്ങളും അത് നൽകിക്കൊണ്ട് അള്ളാഹു സ്വയം മാർഗനിർദ്ദേശം നൽകുന്നു. മസീഹ് ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ അറിവ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ദൈവത്വമായി ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എജാസുൽ മസീഹ് എന്ന ഗ്രന്ഥം മസീഹ് ഇസ്ലാം രചിച്ചു. അതിൽ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം രചിച്ചു. അതുപോലെ തന്നെ തൻ്റെ വാദവും പുറപ്പെടുവിച്ചു, ചാലഞ്ചും കൊടുത്തു. എനിക്കും ലഭിച്ച പോലെയുള്ള തഫ്സീർ മറ്റാർക്കെങ്കിലും കിട്ടി എന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിപ്പെട്ടിരുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരട്ടെ. അള്ളാഹു ഞാൻ മുഖേനയാണ് സൂറ ഫാത്തിഹയുടെ അറിവുകളും പരമാർത്ഥങ്ങളും ആ രഹസ്യജ്ഞാനങ്ങളും ഒക്കെ തന്നെ അള്ളാഹു വെളിപ്പെടുത്തിയത് എന്ന് വാദിക്കുകയുണ്ടായി. ഇതാണ് ഇമാമിൻ്റെ കാലഘട്ടത്തിൻ്റെ ഇമാമിൻ്റെ ഇൽഹാമിൻ്റെയും കശ്ഫുകളുടെയും നിലവാരം. അതുമായി ആർക്കും താതാത്മ്യം വെച്ച് പുലർത്താൻ സാധിക്കുന്നതല്ല. മസീഹ് ഇസ്ലാം പറയുന്നു, എനിക്ക് ലഭിക്കുന്ന വെളിപാടുകൾ അല്ലെങ്കിൽ ഇമാമിന് ലഭിക്കുന്ന വെളിപാടുകൾ അതിൽ ദീർഘദർശനങ്ങളുണ്ടാവും, പ്രവചനങ്ങളുണ്ടാവും, അതുപോലെ എതിർ
പാർട്ടിക്ക് സ്വാധീനം ചെലുത്തുന്ന വിധത്തിലുള്ള പ്രവചനങ്ങൾ ഉണ്ടാവും. പണ്ഡിറ്റ് ലേഖ്രാമിനെ കുറിച്ച്, അബ്ദുൽ ആസിമിനെ കുറിച്ച് ഉള്ള വെളിപാടുകൾ പ്രവചനങ്ങൾ നോക്കുക. മസീഹ് ഇസ്ലാമിനെതിരെ അവർ തിരിഞ്ഞപ്പോൾ മസീഹ് ഇസ്ലാം പറഞ്ഞു, ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ പരിധിക്കുള്ളിൽ അവർ നശിപ്പിക്കപ്പെടും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ പ്രവചനങ്ങൾ വളരെ വ്യക്തമായ നിലയിൽ പുലരുകയുണ്ടായി. അത് ആ ഒരു ജനതക്ക് മുഴുവനും സ്വാധീനം ചെലുത്തുകയുണ്ടായി. അങ്ങനെ ഇമാം മുഖേന അള്ളാഹു നൽകുന്ന കശ്ഫുകളും ഇൽഹാമുകളും സാധാരണ നിലയുള്ളതായിരിക്കില്ല, മറിച്ച് ജനസമൂഹങ്ങളിൽ ജനതകളിൽ സ്വാധീനം ചെലുത്തുന്ന, പ്രഭാവം ചെലുത്തുന്നതായിരിക്കും. മസീഹ് ഇസ്ലാം തുടർന്ന് പറയുന്നു, ഇമാമിന് ലഭിക്കുന്ന ഇൽഹാമുകളും കശ്ഫുകളും അവൻ്റെ വ്യക്തിത്വത്തിൽ മാത്രം, വ്യക്തിപരമായ മാത്രം കാര്യമായിരിക്കില്ല, മതത്തെ സഹായിക്കാൻ, പിന്തുണയ്ക്കാൻ വേണ്ടി, അതുപോലെ വിജയങ്ങൾ നൽകാനുള്ള ഇൽഹാമുകളായിരിക്കും. മസീഹ് ഇസ്ലാമിൻ്റെ ഇൽഹാമുകൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ നോക്കുക, എത്ര മഹത്തായ ഇൽഹാമുകളാണ്. അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദുഹു എന്ന ഇൽഹാം നോക്കാം. മസീഹ് ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ മരണമെടുത്തപ്പോൾ മസീഹ് ഇസ്ലാം വളരെയധികം പരിഭ്രമിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അള്ളാഹു എങ്ങനെ എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കുന്നതാണ്, ഞാൻ നിനക്ക് മതിയായവനല്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അത് മസീഹ് ഇസ്ലാമിനോടുള്ള വാഗ്ദാനം ഇത് മസീഹ് ഇസ്ലാമിൻ്റെ വ്യക്തിത്വത്തോട് മാത്രമുള്ളതല്ല, മറിച്ച് ജമാഅത്ത് അഹമ്മദിയക്ക് മുഴുവനും അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദുഹു എന്ന ഒരു ഉറപ്പ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് ഉള്ളതായി കാണുന്നു. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും ഉള്ള നിത്യവും നമുക്ക് ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കുന്നു. അതുപോലെ മസീഹ് ഇസ്ലാമിൻ്റെ ഇന്നി മാ ഖയാമസ്റൂർ എന്ന ഇൽഹാം നോക്കുക, അള്ളാഹു തൻ്റെ സഹായവും തൻ്റെ പിന്തുണയും മസീഹ് ഇസ്ലാമിന് നൽകുകയുണ്ടായി, വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ഈ ഇൽഹാമിൻ്റെ പ്രതാപം നോക്കുക, പ്രൗഢി നോക്കുക. ഇന്ന് 120 വർഷങ്ങൾ പിന്നിട്ടും, ഈ ഇൽഹാം കഴിഞ്ഞിട്ടും 120 വർഷമായിട്ടും, 5ാം ഖിലാഫത്തിൻ്റെ അനുഗ്രഹീത കാലഘട്ടത്തിൽ നമ്മൾ മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ മുഖേന ഈ അഹമ്മദിയ ജമാഅത്തിന് മേൽ ഈ ഒരു ഇൽഹാം പുലരുന്നതായി കാണുന്നു. അള്ളാഹുവിൻ്റെ പിന്തുണ എപ്രകാരമാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അഹമ്മദിയ ജമാഅത്തിന് സഹായം, പിന്തുണ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇമാമിന് ലഭിക്കുന്ന ഈ ഇൽഹാമുകൾ ഇമാമിൻ്റെ മാത്രം ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് പരമ്പരാഗതമായി അതുപോലെ തന്നെ സമുദായങ്ങൾക്കും ജനസമൂഹങ്ങൾക്കും ഇതിൻ്റെ അനുഗ്രഹങ്ങളും അതുപോലെ കടാക്ഷങ്ങളും ഉണ്ടാകുന്നു. അതുപോലെ മസീഹ് ഇസ്ലാം പറയുന്നു, ഇമാമിന് ലഭിക്കുന്ന ഇൽഹാമും കശ്ഫുകളും അതിൽ ഒരുപാട് അദൃശ്യ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളും ഉണ്ടാകും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ അടയാളങ്ങളായി പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രമാണ് അദൃശ്യജ്ഞാനം നൽകിക്കൊടുക്കുന്നത്. മസീഹ് ഇസ്ലാമിൻ്റെ പ്രവചനങ്ങൾ എടുത്തു നോക്കുക, സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് നോക്കുക. മുസ്ലിം മതത്തിൻ്റെ പ്രവചനം നോക്കുക. ഖാദിയാനിലുള്ള അയൽക്കൂട്ടങ്ങളിലൊക്കെ മസീഹ് ഇസ്ലാമിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ദൃഷ്ടാന്തം വേണമെന്ന്. മസീഹ് ഇസ്ലാമിനോട് പറഞ്ഞു, ഞങ്ങൾ താങ്കളുടെ അയൽവാസികളാണ്, ഞങ്ങൾക്ക് വേണം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം താങ്കൾ കാണിക്കട്ടെ. അപ്പോൾ മസീഹ് ഇസ്ലാം ഹോഷാർപൂരിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ഒരു സുദീർഘമായ പ്രവചനം, മുസ്ലിം മതത്തിൻ്റെ പ്രവചനം മസീഹ് ഇസ്ലാം അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സുവാർത്ത അറിയിക്കപ്പെട്ട സന്താനങ്ങളെക്കുറിച്ചുള്ള ഇൽഹാമുണ്ടായി. ആ മസീഹ് ഇസ്ലാമിൻ്റെ സന്തതികളുടെ പ്രത്യേകത എന്തായിരുന്നു? ആ മകൻ തന്നെയാണ് 2ാമത് ഖലീഫയായി വന്നത്. മസീഹ് ഇസ്ലാം പറഞ്ഞ ആ പ്രവചനത്തിലുള്ള എല്ലാ സവിശേഷതകളും ആ കഴിവുകളും ആ ഖലീഫ, 2ാം ഖലീഫ തൻ്റെ ഖിലാഫത്തിൽ കാണിക്കുകയുണ്ടായി. അതുപോലെ ജമാഅത്തിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ കോണുകളോളം എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ മസീഹ് ഇസ്ലാമിൻ്റെ പ്രവചനങ്ങൾ എന്നത് വളരെ സാധാരണമായതല്ല, മറിച്ച് അതിൽ അദൃശ്യജ്ഞാനങ്ങളും വെളിപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഇമാം, ഒരു കാലഘട്ടത്തിന് ഇമാമിനുള്ള ഈ കഴിവുകൾ ഇവിടെ വിവരിക്കപ്പെട്ടത് ജനങ്ങൾക്ക് ന്യായപൂർത്തീകരണം ഉണ്ടാകാനാണ്, ജനങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. ഈ അടയാളങ്ങൾ ഒരു വ്യക്തിയിൽ നിങ്ങൾ കാണുമ്പോൾ, സമ്മേളിച്ചതായി നിങ്ങൾ കാണുമ്പോൾ, അങ്ങനെ ഒരു വാദം അദ്ദേഹം പുറപ്പെടുവിപ്പിക്കുമ്പോൾ, എന്നെ അള്ളാഹു നിയോഗിച്ചയച്ചു എന്ന് പറയുമ്പോൾ, പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് ഓടി പോകാനുള്ളത്? ഇമാമിനെ സ്വീകരിക്കാതെ വഴിതിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? അതുകൊണ്ട് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാമിൻ്റെ ഉണ്ടാകേണ്ട സവിശേഷതകളും കഴിവുകളും മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വിവരിക്കുകയും അതുപോലെ തന്നെ അതും വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ അവലംബിച്ചിട്ടുള്ള അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളുമാണ്. ഒരു പ്രവാചകനിൽ ഇതൊക്കെ ഉണ്ടാകണമെന്നത്. മസീഹ് ഇസ്ലാമിൻ്റെ വാഗ്ദാത്ത മസീഹിൽ ഈ അടയാളങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിൽ അണിചേരുക എന്നത് എല്ലാ മുസ്ലിങ്ങളുടെയും പ്രേക്ഷകരെ, നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളറുണ്ട്. ഇന്ത്യയിൽ നിന്ന് ബഷീറുദ്ദീൻ ഖാദിരി സാഹിബ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഷീറുദ്ദീൻ ഖാദിരി സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
എൻ്റെ ചോദ്യം ഖിലാഫത്ത് ജസാക്കുമുള്ള അഹമ്മദ് കൗസർ സാഹിബിനോട് ഞാൻ അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: നബുവത്തും ഖിലാഫത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് സംബന്ധിച്ച് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, നബുവത്ത് അതൊരു വിത്താണ്. അതിനുശേഷം ഖിലാഫത്ത് മുഖേന അത് വളരാൻ തുടങ്ങുന്നു, വികസിക്കാൻ തുടങ്ങുന്നു. അത് നബി പാകിയിട്ടുള്ള വിത്താണത്. ഉദാഹരണത്തിന് അത് മസീഹ് സ്വലാത്തു വസ്സലാം അവിടുന്ന് ഒരു ജമാഅത്തിന് അടിത്തറ പാകി. അതിനുശേഷം അതിനെ വികസിപ്പിച്ചത് ഖലീഫത്തുൽ മസീഹ് അവൽ, ഖലീഫത്തുൽ മസീഹ് സാനി, ഖലീഫത്തുൽ മസീഹ് സാലിസ്, ഖലീഫത്തുൽ മസീഹ് റാബി, ഖലീഫത്തുൽ മസീഹ് ഖാമിസ് എന്നിവരാണ്. ആ നബി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും അത് ഓരോ ഖലീഫയും തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്തു തീർക്കുന്നു. ഒരു വ്യത്യാസമുള്ള ഖൗമിൻ്റെ അടിസ്ഥാനത്തിൽ സൂറ ജുമൈല ആദ്യത്തിൽ യത്ലു അലൈഹിം ആയാത്തിഹി, അത് തിലാവത്ത്, ഖുർആൻ മജീദ്, തസ്കിയ, അതുപോലെ തന്നെ ഗ്രന്ഥം പഠിപ്പിക്കുക, ഇതൊക്കെ തന്നെ അത് നബിയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓരോ ഖലീഫയും തങ്ങളുടെ കാലഘട്ടത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചുരുക്കി പറയാം, ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോൾ 1908 ഖിലാഫത്ത് സംവിധാനം ആരംഭിക്കുകയുണ്ടായി. മെയ് 27. അന്ന് ജമാഅത്തിൻ്റെ അവസ്ഥ എന്താണ്? അത് ചെറിയ കുട്ടിയെപ്പോലെ ശൈശവാവസ്ഥയിലായിരുന്നു. എന്നാൽ ഒരു നബി നട്ട ചെടിയായിരുന്നു അത്. അതിനുശേഷം ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ഇത് വളർന്ന് വികസിച്ചത്? 200-ലധികം രാജ്യങ്ങളിൽ അതിൻ്റെ ശബ്ദം എത്തിച്ചേരുകയുണ്ടായി. ജനങ്ങൾ അതിനെ സ്വീകരിച്ചു. നുബുവത്ത്, ഖിലാഫത്ത്, നബി അല്ലെങ്കിൽ ഖലീഫ, ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല. അത് ദിനേന അത് വികസിച്ചുകൊണ്ടേ ഒരു പുരോഗതി പ്രാപിച്ചുകൊണ്ടേ പോകും. ഇത് സത്യതയുടെ തെളിവാണ്. പ്രത്യേകിച്ച് ജമാഅത്ത് അഹമ്മദി നിങ്ങൾ നോക്കുക, ആദ്യത്തെ കാര്യങ്ങൾ വിട്ടേക്ക്. ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ പരീക്ഷണങ്ങളുണ്ടായിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ജമാഅത്തിൻ്റെ പുരോഗതി അത് തടയപ്പെടില്ല. അത് ഖിലാഫത്ത് കാരണത്താലാണ്, കാലത്തിൻ്റെ ഖലീഫയുടെ കാരണത്താലാണത് എന്ന് നമ്മൾ അടുത്ത ജുമാക്ക് ജൽസ സലന UK തുടങ്ങുകയാണ്. മുഴുവൻ ലോകത്തു നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ്റെ ജൽസയാണ്. എന്നാൽ ഇമാമിൻ്റെ വാക്കുകൾ കേൾക്കാനായി ഖലീഫ അയ്യൂബ് ബിൻ സലാസിൻ്റെ ആ പ്രസംഗം കേൾക്കുന്നതിനായിട്ട് ഇവരവിടെ എത്തിച്ചേരുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും അത് മസീഹ് സ്വലാത്തു വസ്സലാം തുടങ്ങി വെച്ച ആ പ്രവർത്തനങ്ങൾക്ക് അത് എന്നും തുടർന്ന് പോരുകയാണ്. അതിൽ ദിനേന അത് പുരോഗതി പ്രാപിച്ചു കൊണ്ടേ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നബുവത്തിൻ്റെ പ്രവൃത്തി വേറെയാണ്, ഖിലാഫത്തിൻ്റെ വേറെയാണെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. നബുവത്ത് എന്ന് പറയുന്നത് ചെടിയാണ്. അത് ഖിലാഫത്ത് അതിനെ വളർത്തി വികസിപ്പിച്ചു കൊണ്ടുവരികയാണ്. അത് ദിനേന അത് പുരോഗതി പ്രാപിച്ചു കൊണ്ടേ പോകുന്നു. ഇതിനെയാണ് അത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നത്, എൻ്റെ വൃക്ഷത്തിലെ ഹരിതാപമായ ഫലങ്ങളെ, എവിടെ ഹരിതാപമായ ശാഖകളെ എന്ന് പറയേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കുക, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് വരെ ആരാണോ അത് വരേണ്ടത് ഉണങ്ങിയതൊക്കെ അതൊക്കെ അവസാനിച്ചു പോയി. അതിന് സ്ഥലത്ത് പുതിയതായിട്ട് അല്ലാഹു നൽകേണ്ടായി. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇത് അതിനനുബന്ധമാണ് ഖിലാഫത്ത് എന്ന് പറയാം. അത് ഇൻഷാ അല്ലാഹ് അവസാന കാലം വരെ ഉണ്ടാവും. ഇതാണ് അത് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഞാൻ അവസാന സാബ്സാദത്തിലെ ഞാൻ മുജദ്ദിദാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ ഖിലാഫത്ത് എന്ന് പറയുന്നത് അത് അടുത്ത 1000 വർഷം വരെ തുടർന്നു പോകും എന്നാണ്. ഇതാണ് ലോകം അതോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈറൻ ജസാ. എനിക്ക് പ്രേക്ഷകരെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് മുഖേന ലഭിക്കുന്നുണ്ട്. ഒരു ചോദ്യം ഞാൻ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ നിന്ന് അബ്ദുള്ള സാഹിബ് ചോദിക്കുന്നു, അദ്ദേഹത്തിന് മെസ്സേജ് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: ഇസ്ലാം ഒരു പരിപൂർണ്ണ മതമാണല്ലോ. ഇസ്ലാം ശരീഅത്തും പൂർണ്ണമാണല്ലോ,
പിന്നെ ഏതെങ്കിലും ഇമാമിൻ്റെ ആവശ്യകത എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനത്തെ ആക്ഷേപം ഉന്നയിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വെളിച്ചം വീശാൻ അപേക്ഷിക്കുന്നു. മഹത്തരം കെ താരിഖ് അഹമ്മദ് സാഹിബിനോട് ഞാൻ അപേക്ഷിക്കുന്നു. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാര്യം ഇതാണ്, അഹമ്മദിയ ജമാഅത്തിൻ്റെയും വിശ്വാസം എന്നത് വിശുദ്ധ ഖുർആൻ പരിപൂർണ ഗ്രന്ഥമാണ്, പരിപൂർണ ശരീഅത്താണ്. ഫിഹ കുതുബുൻ കയ്യിബ, ഖയാമത്ത് വരെ നിലനിൽക്കുന്ന കൽപ്പനകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീനാണ്. അഹമ്മദിയ ജമാഅത്തിൻ്റെ ഒരു വിശ്വാസമാണത്. അതുപോലെ തന്നെ റസൂലുള്ളാഹിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ഒരു പ്രവാചനും ഉമ്മത്ത് മുഹമ്മദിയയിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് വരില്ല എന്നാണ് അഹമ്മദി ജമാഅത്തിൻ്റെ വിശ്വാസം, അടിയുറച്ച വിശ്വാസം. റസൂലുള്ളാഹിയും പരിപൂർണ പ്രവാചകനാണ്, ഖാത്തമുൻ നബീനാണ്, ശ്രേഷ്ഠ പ്രവാചകനാണ് എന്നാണ് ജമാഅത്തിൻ്റെ വിശ്വാസം. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം എന്നത് വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങൾ പരിപൂർണമാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒരു സമയം വരും, അപ്പോൾ പ്രവാചകൻ പറയും, ഇന്ന ഖൗമി തഖസു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ സമുദായം വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെ പിന്തള്ളിയിരിക്കുന്നു. ഈ ഖുറാനിക ആയത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഹദീസ് പാരായണം ചെയ്യുമ്പോൾ സിഹായിലുള്ള ഹദീസുള്ളത് റസൂലുള്ളാഹി പറയുകയുണ്ടായി, ലാ യബ്ഖാ മിനൽ ഇസ്ലാം ഇല്ല സ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ല റസ്മുഹു. അതായത് യാത്തി അല നാസി സമനുൻ, ജനങ്ങൾക്കിടയിൽ ഒരു സമയം വരും, ഇസ്ലാം വെറും പേരിൽ മാത്രം അവശേഷിക്കും, വിശുദ്ധ ഖുർആൻ വെറും ലിപികളിൽ അവശേഷിക്കും, വീടുകളിൽ അവർ പൂട്ടിവെക്കും, അതിൻ്റെ അധ്യാപനമനുസരിച്ച് ജനങ്ങൾ പ്രവർത്തിക്കില്ല. അതുപോലെ തന്നെ സുദീർഘമായ ഹദീസാണ്, അവർക്ക് വൻ മണിമാളികകൾ പണിത് പള്ളികൾ വലിയ പണിയും, അതുപോലെ തന്നെ ആകാശത്തിന് കീഴിൽ നികൃഷ്ടജീവികളായി പണ്ഡിതന്മാർ ഭവിക്കും. വിശുദ്ധ ഖുർആൻ പൂർണ്ണമാണ്, റസൂലുള്ളാഹിയും പൂർണ്ണമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഈ പ്രവചനങ്ങൾ എന്തിനാണ് പിന്നെ ഉള്ളത്? ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയില്ല എന്ന്. ഇസ്ലാം പരിപൂർണ്ണമാണ്, വിശുദ്ധ ഖുർആൻ പരിപൂർണ്ണമാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങൾ യഥാർത്ഥ നിലയിൽ ഗ്രഹിക്കുകയും അതനുസരിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നത് സംബന്ധിച്ചുള്ള കുറവുകൾ കാണും. ആ ദൗർബല്യങ്ങൾ എങ്ങനെ ദൂരീകരിക്കാം? സഹീഹ് ബുഖാരിയിൽ ഹദീസ് ഉള്ളത്, സൂറത്തുൽ ജുമഅയുടെ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് വാഹരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്ന ആയത്ത് ഇറങ്ങിയ സമയത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞത്. ആദ്യം വരുന്നത് ഹുവസുല്ലദി ബാസ ഫീൽ ഉമ്മിയീന റസൂൽ, ഉമ്മിയും നിരക്ഷരിൽ ഒരു പ്രവാചകൻ വരും. അതുപോലെ ആഖിരീന മിൻഹും, അത് അവസാന കാലഘട്ടത്തിലും അയക്കുമെന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിച്ചു, മൻഹും യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അവസാന കാലഘട്ടത്തിലുള്ളവർ ആരാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രവചനം ചെയ്തത് സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ലൗകാനൽ ഈമാനു മഅല്ലക്കും ബിസുറയ്യ, അത് ഈമാൻ ഇവിടെ നിന്നും ലോകത്ത് നിന്ന് തിരോഭവിച്ചാലും, ഈ ഹദീസ് മുമ്പ് കേൾപ്പിച്ച് വിശുദ്ധ ഖുർആനിലും പറഞ്ഞത് ഈമാൻ തിരോഭവിക്കും, ലോകത്ത് നിന്ന് വിഭാടനം ചെയ്യപ്പെടും. അപ്പോൾ ലനാലു റജുലുൻ ഔ റിജാലുൻ മിൻ ഹവന, ആ ഈമാനെ ലോകത്ത് വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ലോകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതുപോലെ ഇസ്ലാമിൻ്റെ ഔന്നത്യത്തിന് വേണ്ടി ഫാർസി വംശജനായ ഒരു വ്യക്തി അള്ളാഹു എഴുന്നേൽപ്പിക്കുന്നതാണ്. ഇവിടെ ആവശ്യം പറയപ്പെട്ടിട്ടുള്ളത് ഇമാമിൻ്റെ ആവശ്യമുണ്ട് എന്നത് ഇവിടെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ യുഹിദ്ദീന വയഖീമു ശരിയ, ദീനിനെ പുനരുജ്ജീവിപ്പിക്കാനും ശരീഅത്തിനെ നിലനിർത്താനും വേണ്ടി അള്ളാഹു മസീഹ് മൗദിനെ, അതുപോലെ ഇമാം മഹദി ഈ ലോകത്ത് നിയുക്തനെ അയക്കുന്നതാണ്. അന്യരുടെ ഭാഗത്തു നിന്നുള്ള ഈ ചോദ്യം എന്നത് ആവശ്യകതയെക്കുറിച്ചാണ്. ഈ ആവശ്യകത അവരും പറയുന്നത് അവസാന കാലഘട്ടത്തിൽ ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാം ആകാശത്ത് ഇരിക്കുന്നുണ്ട്, ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടി ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമെന്ന് പറയുന്നുണ്ട്, അവരോഹണം ഉണ്ടാകുമെന്ന് പറയുന്നു. അവരും പറയുന്നത് ആവശ്യമുണ്ട് എന്നാണ്. അത് അവർ മനസ്സിലാക്കുന്നുണ്ട്, ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടി ഒരാൾ വരേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ ബനി ഇസ്രായേലിൻ്റെ പ്രവാചകരാണ്. മറ്റു പ്രവാചകന്മാരെ പോലെ മരണമടഞ്ഞ, വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ മരണമടഞ്ഞ ഒരു ഇസ്രായേൽ പ്രവാചകനാണ് അവർ ആകാശത്ത് നിന്ന് വരുന്നതായി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത്. എന്നാൽ ജമാഅത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈസാ നബിയുടെ രണ്ടാം വരവിനെക്കുറിച്ച് ഹദീസുകളിലുള്ള പ്രവചനം ആ മസീഹിൻ്റെ സിഫത്തുകളോടുകൂടി, ഗുണഗണങ്ങളോടുകൂടി, ആ ഈസയോട് പരിപൂർണ്ണ സാദൃശ്യവും സാമ്യത വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയെ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽ വരുമെന്നും അത് റസൂലുള്ളാഹിയുടെ അന്തസ്സിന് ചേർന്നതായിരിക്കും, ഭൂഷണമായിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം റസൂലുള്ളാഹിയുടെ അസ്തിത്വം എന്ന് പറയുന്നത് പ്രവാചകന്മാർ സൃഷ്ടിക്കുന്ന ഒരു അസ്തിത്വമാണ്. റസൂലുള്ളാഹിയുടെ യഥാർത്ഥ സേവകൻ, യഥാർത്ഥ അനുയായി, യഥാർത്ഥ ദാസൻ എന്ന് പറയുന്നതിന് ആ വ്യക്തിക്കായിരിക്കും അള്ളാഹു
പ്രവാചകത്വം നൽകുക. അതായത് റസൂലുള്ളാഹിയെ പൂർണ്ണമായും പിൻപറ്റുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലമയുടെ വരവിന് ശേഷം, ഖുർആൻ അവതരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഉമ്മത്തി നബി മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. പുറത്തുനിന്നും ഒരു നബിയും വരാൻ സാധ്യമല്ല. കാരണം ദീനിനെ പുനരുജ്ജീവിപ്പിക്കാനും അതുപോലെ തന്നെ ഈ ദീനിനെ പ്രബലമാക്കാനും ഹദീസുകളിൽ വിവരിക്കപ്പെട്ട ആ മിഷൻ പൂർത്തീകരിക്കാനും ഇതെന്തിനാണ് വേണ്ടത്. ജസാ പ്രോഗ്രാമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ചോദ്യം ഹമീദ് കോസർ സാഹിബിനോടാണ്. സയ്യിദുനാ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഒരിക്കൽ പറയുകയുണ്ടായി, ശൈത്താനിയായിട്ടുള്ള വെളിപാടുകൾ അത് ഉണ്ടാകും, അത് അപൂർണരായ മുമുക്ഷുക്കൾക്കാണ് ലഭിക്കുക. ഇതിനെ കൂടുതൽ വിശദീകരിച്ചാലും. ഒന്ന് റബ്ബാനിയായിട്ടുള്ള ഇൽഹാമുകൾ, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ളതിനെ റബ്ബാനി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ശൈത്താനി ആയിട്ടുള്ള ഇൽഹാമുകളും ഉണ്ടാവാറുണ്ട്. ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മുമുക്ഷു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയാണം ചെയ്യുന്നവർ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങുന്നവർ, അവർക്ക് ശൈത്താൻ അവരെ പരീക്ഷിക്കുന്നു പല രീതികളിൽ. എന്നാൽ ദൃഢമായ ഈമാനുള്ളവർ, മാരിഫത്ത് ലഭിച്ച ആളുകൾ, അവരത് ഉടനെ തിരിച്ചറിയും ഇത് ശൈത്താനിയായ കാര്യങ്ങളാണ് എന്ന്. ഉദാഹരണമായിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ശൈത്താനിയായിട്ടുള്ള ഇൽഹാം എനിക്ക് ഉണ്ടായി. ശൈത്താൻ അബ്ദുൽ ഖാദർ ഇതായിരുന്നു, നിങ്ങൾ ഒരുപാട് ഇബാദത്ത് ചെയ്തു, ഒരുപാട് നിസ്കാരം ഇനി ആവശ്യമില്ല നിസ്കാരത്തിൻ്റെ, ജനങ്ങൾക്ക് ഹറാമാക്കിയത് ഞാൻ നിങ്ങൾക്ക് അനുവദിച്ച് ഹലാലാക്കിയിരിക്കുന്നു, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നമസ്കാരത്തിൻ്റെ പോലും ആവശ്യമില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, അല്ലയോ ശൈത്താൻ, ഏത് സംഗതിയാണോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ അവസാന ശ്വാസം വരെ ഉപേക്ഷിക്കാത്തത്, അത് ഉപേക്ഷിക്കാനാണ് നീ എന്നോട് പറയുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല, ഇത് ശൈത്താൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല. നീ എന്നിൽ നിന്ന് അകന്നു പോയിക്കൊള്ളുക. ആരിഫ് ബില്ലായിട്ടുള്ള ആളുകൾ അവരുടനെ തന്നെ തിരിച്ചറിയും ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നല്ല എന്നുള്ളത്. നമ്മുടെ ജമാഅത്തിൽ ഇതിലും ചില ആളുകൾ ചില തെറ്റിദ്ധാരണകൾ അകപ്പെടാറുണ്ട്. അവർ ഈ ഇബാദത്തുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നല്ല സൽസ്വപ്നങ്ങൾ, ചിലപ്പോൾ ഇൽഹാമുകൾ വരെ അവർക്ക് ലഭിക്കാറുണ്ട്. അത് സദ്വൃത്തരും സച്ചരിത്രമായ ആളുകൾ മസീഹുദിൻ്റെ കാലഘട്ടത്തിൽ അവർ ഈ ഇൽഹാമുകൾ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനോട് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ഹുസൂർ അതിനെ വിശദീകരിക്കുമ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ അവർ പ്രവർത്തിക്കുന്നു. ഇന്നും ആരാണോ എന്തെങ്കിലും സ്വപ്നം കേൾക്കുമ്പോൾ അവർക്ക് ബോധമുണ്ടാവും ഇത് ഇൽഹാമാണ് എന്നുള്ളത്. അപ്പോൾ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നസറുല്ലാഹു നസറൻ അസീസിൻ്റെ സമക്ഷത്തിൽ എഴുതുന്നു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ഇൽഹാം ഉണ്ടായി എന്നുള്ളത്. പിന്നീട് ഹുസൂർ അതിന് എന്താണോ വിശദീകരണം നൽകുന്നത് അതിനെ സ്വീകരിക്കുന്നു. മിന്നോൻ അങ്ങനെ, അതായത് എങ്ങനെയാണത് പറയുന്നത് അതിൽ യാതൊരു ഏറ്റക്കുറിച്ചും ചെയ്യാറുന്നില്ല. എന്നാൽ ആരെയാണ് ശൈത്താൻ ബാധിച്ചിട്ടുണ്ട് അവർ ആ പരിധിയിൽ വിട്ടുപോകും. ഉദാഹരണത്തിന് ജമാഅത്ത് അഹമ്മദിയുടെ ചരിത്രത്തിൽ ഒരു വ്യക്തിയുണ്ട്, ചിറാഖുദ്ദീൻ ജമ്മുക്കാരനായിരുന്നു, ജമാഅത്തിലുണ്ടായിരുന്ന ആളായിരുന്നു. പിന്നീട് മെല്ലെ മെല്ലെ അയാൾ പറയാൻ തുടങ്ങി എനിക്കും ഇൽഹാം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. പിന്നീട് തന്നെ സംബന്ധിച്ച് അയാൾ പറഞ്ഞു എനിക്ക് ഇൽഹാം ഉണ്ടായിരിക്കുന്നു, നീയും മുർസലാണ്, നീയും അള്ളാഹുവിൽ നിന്നുള്ളവനാണ് എന്ന്. ഇത് വളരെ അപകടകരമായൊരു കാര്യമായിരുന്നു റുഹാനിയുടെ അടിസ്ഥാനത്തിൽ. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം അയാളോട് പറയണേ, നീ എൻ്റെ അടുക്കൽ വരൂ, എൻ്റെ സൂബത്തിൽ താമസിക്കൂ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം നിൻ്റെ ഇൽഹാം തെറ്റാണ് എന്നുള്ളത്. എന്നാൽ അയാൾ അത് ഇൽഹാമുകൾ പറയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു അയാളെ പ്ലാഗ് മുഖേന അയാളെ പിടിക്കുകയും അയാൾ നശിച്ചു, രണ്ട് മക്കളും നശിച്ചു. അങ്ങനെ അയാൾ മുബാഹസക്ക് വേണ്ടിയിട്ടുള്ള ചാലഞ്ച് അതൊക്കെ അവസാനം. പിന്നീട് ബാബു ഇലാഹി ബക്ഷ് അക്കൗണ്ടൻ്റായിരുന്നു, അയാളും തനിക്ക് ഇൽഹാം ലഭിക്കുന്ന വാദം ഉന്നയിച്ചു.
പിന്നീട് അത് മുന്നോട്ട് പോയി അത് ഇൽഹാം ലഭിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അങ്ങനെ വാദിച്ച് മസീമോദിനെതിരെയും അയാൾ പറയാൻ തുടങ്ങി, എനിക്ക് മസീമോദിനെതിരെ എങ്ങനെ ഇൽഹാം ഉണ്ടായി, എങ്ങനെ ഇൽഹാം ഉണ്ടായി എന്ന്. അതിൻ്റെ ഫലമായിട്ട് അയാളും തൻ്റെ ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ കള്ളനാണെന്ന് തെളിയുകയും ഈ ലോകത്തു നിന്ന് അയാളും അങ്ങനെ വിട്ടുപിരിഞ്ഞു പോയി. പിന്നെയാണ് അബ്ദുൽ ഹക്കീം, അയാളും ജമാഅത്തിലുണ്ടായിരുന്നു മസീമോദിൻ്റെ കാലത്ത്. പിന്നീട് അയാളും തനിക്കും ഇൽഹാം ലഭിക്കുന്നു എന്ന് അയാളും പറയാൻ തുടങ്ങി. ചില ഹുസൂറിനെ സംബന്ധിച്ച് ചില അഖീദുകളിൽ വെച്ച് പുലർത്താൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് അയാളും തൻ്റെ ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിൽ അയാളും ഈ ലോകത്തിൽ നിന്ന് അയാൾ അവസാനിച്ചു പോയി. ചുരുക്കി പറഞ്ഞാൽ ശൈത്താനിയായിട്ടുള്ള ഇൽഹാമുകൾ അതൊരു സത്യമാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. എന്നാൽ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഖിലാഫത്തിൻ്റെ ഒരു നിസാമുണ്ട്, കാലത്തിൻ്റെ ഖലീഫയുണ്ട്. ഏതെങ്കിലും സ്വപ്നമോ വല്ല ഇൽഹാമോ വല്ല കശ്ഫോ ആരും കാണുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഹുസൂറിൻ്റെ സമക്ഷത്തിൽ എഴുതുക. ആരോടും അത് പറയരുത്. അതിനുശേഷം ഹുസൂർ എന്താണോ അതിൻ്റെ വിശദീകരണം നൽകുന്നത് അതനുസരിച്ച് പിന്നീട് പ്രവർത്തിക്കുക. അതിൽ അപ്പുറം പോകാൻ പാടില്ല. ഇത് ശൈത്താനിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള രീതിയാണ്. ഞാൻ ഹദീസ് മുമ്പ് പറഞ്ഞല്ലോ, ഇന്നമൽ ഇമാമു ജുന്നത്തുൻ, ഇമാം അതൊരു പരിചയമാണ്. അതെല്ലാ രീതിയിലും അദ്ദേഹം ചീത്ത ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തുന്നു, അതേശം ശുദ്ധീകരിക്കുന്നു. അദ്ദേഹം ഹുസൂറിൻ്റെ എല്ലാ ഖുതുബകളും, അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് സല്ലല്ലാഹു ബിൻ നസൽ അസീസിൻ്റെ ഖുതുബകളൊക്കെ അത് നിങ്ങൾ കേട്ടു നോക്കുക. ഹുസൂർ ഇന്നലെ ശുക്റിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് സംബന്ധിച്ച് ഹുസൂർ പറഞ്ഞത്. എത്ര വ്യക്തമായിട്ടാണ് അവിടുന്ന് പ്രതിപാദിച്ചത്. ഹുസൂറിൻ്റെ മാതൃകയിലാണ് നമ്മുടെ മോക്ഷം എന്ന് പറയുകയാണെങ്കിൽ അത് ഇതിനു മുമ്പ് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരോപകാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ലോകത്ത് എല്ലാ രീതിയിലും നമുക്ക് പുരോഗതി പ്രാപിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ ചിലവഴിക്കുമ്പോഴാണ് അള്ളാഹു പിന്നെ അവനെ തന്നരുളുന്നു. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സത്യമാണ് ഇമാമ് ഭക്തന്, കാലത്തിൻ്റെ ഇമാമിനെ ആർക്കാണ് ഇമാമില്ലത്ത് അവർ വൈകേടിലാണ്, എന്തൊക്കെയായിത്തീരുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ പക്കൽ വലിയൊരു നിയമത്തിൻ്റെ നമ്മുടെ പക്കൽ അത് ഇമാമാണ്. ഇമാമിലേക്ക് നിങ്ങൾ മടങ്ങുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു ആ സ്വപ്നങ്ങൾ നിങ്ങളുടെ പുരോഗതികൾ കാരണമാക്കി തീരുന്നതാണ്. ജസാക്കുമുല്ലാഹു വസ്സൽ ജസാ. അടുത്ത ചോദ്യം കെ താരിഖ് സാഹിബിനോടാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യപൂർണ്ണമായ ഇൽഹാമിനെ കുറിച്ചുള്ള എന്തൊക്കെ അടയാളങ്ങളാണ് വിവരിച്ചിട്ടുള്ളത്? ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളിപ്പോൾ ശ്രവിച്ചതുപോലെ ഇൽഹാം ഷെയ്ത്താൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സറൂത്തുൽ ഇമാം എന്ന ഗ്രന്ഥത്തിൽ മസീഹ് ഇസ്ലാം ഇതും വിവരിച്ചിട്ടുണ്ട്. അതായത് വളരെ നിങ്ങൾ ഇതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ കാലത്തിൻ്റെ ഇമാമിന് ഇൽഹാം ഉണ്ടാകുന്നുണ്ട്. ചിലവർക്ക് റഹ്മാനി ആയിട്ടുള്ള ഇൽഹാമുണ്ട്, ചിലർക്ക് ഷെയ്ത്താനി ഇൽഹാം ഉണ്ടാകുന്നു. അപ്പോൾ സത്യ ഇൽഹാം ഏതാണ്, വ്യാജ ഇൽഹാം എന്താണ്, എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചിലർ ചിന്തിക്കുന്നു. മസീഹ് ഇസ്ലാം പറയുന്ന ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില വസ്തുക്കൾ, യഥാർത്ഥ വസ്തുക്കളുടെ കൂടെ ഒറിജിനലിൻ്റെ കൂടെ കോപ്പിയും ഉണ്ടാകും, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാകും. സമുദ്രത്തിൽ മുങ്ങി തപ്പുന്നവൻക്ക് ഒരു മുത്തും ലഭിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് മുത്ത് ആർട്ടിഫിഷ്യലായും ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ മാർക്കറ്റിൽ മുത്തുകളുണ്ട്. അപ്പോൾ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മുത്ത് വാങ്ങിക്കുന്നത് ആളുകൾ നിർത്തുകയില്ലല്ലോ. അതുപോലെ തന്നെ മസീഹ് ഇസ്ലാം അടിസ്ഥാനപരമായി ഇൽഹാമിൻ്റെ, യഥാർത്ഥ ഇൽഹാമിൻ്റെ, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സത്യ ഇൽഹാമിൻ്റെ അടയാളങ്ങൾ ഇതാണ് പറഞ്ഞത്. ആദ്യത്തെ അടയാളം ഇതാണ് പറഞ്ഞത്. ഇൽഹാം ഉണ്ടാകുന്ന സമയം എന്നത് മനുഷ്യൻ്റെ ഹൃദയം വളരെ വേദനാനിർഭരമായി അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് വെള്ളം പോലെ ഒഴുകുമ്പോഴാണ്. ജലസമാനം അള്ളാഹുവിൻ്റെ സമക്ഷത്തേക്ക് ഒഴുകുന്നതാണ്. അള്ളാഹുവിലേക്ക് കുനിയുകയും ആരാധനകൾ മുഴുകുകയും ചെയ്യാത്ത ഒരു വ്യക്തി ഇൽഹാം വാദം പുറപ്പെടുവിക്കുന്നത് ശരിയല്ല. അള്ളാഹുവിലേക്ക് കുനിയാതെ, അള്ളാഹുവിലേക്ക് കുമ്പിയിടാതെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പോകാത്ത ഒരു വ്യക്തിക്ക് ഇൽഹാം ഉണ്ടാകുന്നതല്ല. മസീഹ് ഇസ്ലാം പറയുന്നു, ഈ കാരണത്താൽ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടും ഹദീസിൽ വന്നത് വിശുദ്ധ ഖുർആൻ ദുഃഖാവസ്ഥയിലാണ് ഇറങ്ങിയത്. അതായത് ഹീറാ ഗുഹയിൽ മസീഹ് ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയ സമയത്ത് ആ വേദന നിർഭരമായ അവസ്ഥയിലാണ് ഈ വിശുദ്ധ ഖുർആൻ്റെ അവതരണം ഉണ്ടായത്.
അതുപോലെ തന്നെ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് യൗവന കാലഘട്ടത്തിൽ സിയാൽകോട്ടിൽ മസീഹ് ഇസ്ലാം പോകുന്ന സമയത്ത് ഇസ്ലാമിൽ 4 ഭാഗത്തു നിന്നും ആക്രമണങ്ങളുണ്ടായ സമയത്തും മസീഹ് ഇസ്ലാമിൻ്റെ ഹൃദയം വളരെ വേദന കൊണ്ട് നൊമ്പരപ്പെട്ട സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് തിരിയുകയും തബത്തുലുള്ള അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് ദുആകളിൽ മുഴുകുകയും അതുപോലെ തന്നെ വിവിധ മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചു. അത് ഇസ്ലാമിൻ്റെ ആമദത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ജീവാർപ്പണം നടക്കുമ്പോൾ മാത്രമേ അള്ളാഹു ഇൽഹാം മുഖേന ഒരാൾക്ക് അനുഗ്രഹിച്ചരുളുകയുള്ളൂ. അതാണ് ഇൽഹാമിൻ്റെ സത്യതയ്ക്കുള്ള തെളിവ്, അടയാളം. മസീഹ് ഇസ്ലാം പറയുന്നത് സത്യ ഇൽഹാമിന് ഒരു ആനന്ദവും അനുഭൂതി ലഭിക്കും. അതുപോലെ തന്നെ കാരിയിരുമ്പ് പോലെ അത് ഹൃദയത്തിലേക്ക് തറച്ചു വരും. അതിൻ്റെ ആ വാക്യം പോലും അതിൽ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തതായിരിക്കും. മറ്റൊരു അടയാളം പറഞ്ഞത്, സത്യ ഇൽഹാം ഒരു ശബ്ദത്തിൽ അവസാനിക്കുന്നതല്ല. കാരണം അള്ളാഹുവിൻ്റെ ശബ്ദം എന്ന തുടർച്ചയുള്ള ഒരു പരമ്പരയുള്ളതാണ്, ശൃംഖലയുള്ളതാണ്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതുപോലെ തന്നെ സംഭാഷണങ്ങളും സംസാരവും അള്ളാഹു കനിഞ്ഞരുളുന്നു. അതായത് മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പാകെ ഹാജരാകുകയും അള്ളാഹുവിനോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക. മസീഹ് ഇസ്ലാമിൻ്റെ ഇൽഹാമിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്, നവാബ് മുഹമ്മദ് അലി ഖാൻ സാബ് മലയർക്കോട്ടയിലുണ്ടായിരുന്ന പ്രഭുവായിരുന്നു. അദ്ദേഹം തൻ്റെ മകൻ അബ്ദുറഹീമിൻ്റെ കൂടെ കാദ്യാനിലേക്ക് വന്നു. കാദ്യാനിൽ താമസിക്കുന്ന സമയത്ത് അബ്ദുറഹീം എന്ന മകന് ഒരുപാട് പനി പിടിച്ചു. അപ്പോൾ നവാബ് മുഹമ്മദ് അലി ഖാൻ സാബ് റളിയല്ലാഹു തആല മസീഹ് ഇസ്ലാമിനോട് ദുആക്ക് അപേക്ഷിക്കുന്നു. അപ്പോൾ മസീഹ് ഇസ്ലാം വളരെ വേദനയോട് ഉള്ളിറുക്കത്തോടുകൂടി ദീനവിലാപത്തോടെ ആ മകന് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയുള്ള സമയത്ത് അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിൻ്റെ ആത്മീയമായ അവസ്ഥ നോക്കുക, എത്ര ഔന്നത്യമുള്ളതാണ്. മസീഹ് ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഹൃദയത്തിൽ പറയുന്നു, ഇത് ഉറച്ച തക്ദീറാണ്, ഒഴിയാത്ത തക്ദീറാണ്, മരണം സുനിശ്ചിതമാണെന്ന് പറയണ്ടേ. അപ്പോൾ മസീഹ് ഇസ്ലാമി അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹു ദുആ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഷഫാത്ത് ഞാൻ ശുപാർശ ചെയ്യുന്നു. അത് പറഞ്ഞപ്പോൾ തന്നെ മസീഹ് ഇസ്ലാം അവന് ഒരു ലജ്ജ തോന്നി, ഞാൻ എങ്ങനെയുള്ള സംസാരമാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അള്ളാഹു പറഞ്ഞു, മൻസല്ലസി യഷ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി. ആർക്കാണ് അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ ശുപാർശ ചെയ്യാനുള്ള അവകാശമുള്ളത്? അപ്പോൾ മസീഹ് ഇസ്ലാം മൗനം പാലിക്കുന്നു, അവിടെ നിൽക്കുന്നു. അപ്പോൾ അള്ളാഹു വീണ്ടും സംഭാഷണം തുടരുന്നു, ഇന്നക അൻതൽ മജാസ്, നിനക്ക് അതിനുള്ള അധികാരമുണ്ട്, അതിനുള്ള അനുമതിയുണ്ട് എന്ന് പറയുകയുണ്ടായി. പിന്നെ അള്ളാഹുവിൻ്റെ സമക്ഷം മസീഹ് ഇസ്ലാം ദുആ തുടരുന്നു. അള്ളാഹു ആ ദുആ സ്വീകരിക്കുകയും ആ കുട്ടിക്ക് ദീർഘായുസ് ലഭിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം ഞാനിവിടെ വിവരിച്ചതിൻ്റെ ഉദ്ദേശം, ഒരു യഥാർത്ഥ സത്യപൂർണനായ ഒരു വ്യക്തിക്കുമ്പോട് അള്ളാഹുവിൻ്റെ സംഭാഷണ പരമ്പര എങ്ങനെയാണ്? ചോദ്യത്തിന് മറുപടി നൽകുന്നു, ആവശ്യപ്പെടുന്നത് നൽകപ്പെടുന്നു. ഇത് ഒരു ആത്മീയ അസ്തിത്വത്തിന്, ആത്മീയ വ്യക്തികൾക്ക്, ആത്മീയ പുരുഷന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് അടയാളങ്ങൾ വിവരിച്ചിട്ടുണ്ട്. സത്യ ഇൽഹാമിൽ പ്രവചനത്തിൻ്റെ അടയാളമുണ്ടാകും, അതിൽ ആന്തരിക ശക്തി മനുഷ്യന് അതോടൊപ്പം ലഭിക്കുന്നു. അതുപോലെ തന്നെ അവൻ ധാർമ്മികമായി ഉന്നതി പ്രാപിക്കുന്നു, അവൻ്റെ മുൻ ജീവിതം അവസാനിക്കുന്നു, ആത്മീയമായ ഒരു പുതുജീവിതം അവന് ലഭിക്കുന്നു. ഈ അടയാളങ്ങളൊക്കെയാണ് ഹദ്റത്ത് മസീഹ് ഇസ്ലാം സത്യ ഇൽഹാമിന് വേണ്ടി വിവരിച്ചിട്ടുള്ളത്. ജസാക്കുമുല്ലാഹ് വസൻ ജസാ. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ ഞാൻ മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണി ഇവിടെ കേൾപ്പിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ചില അവിവേകികൾ കരുതുന്നത് ഇൽഹാമിൻ്റെ വാദം വ്യാജമാണെന്നാണ്. അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിൻ്റെ ആകാശലോകങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ പിറകിലുള്ള പ്രപഞ്ചനാഥൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൽഹാമാണിത്. ആർക്കാണ് ഈമാൻ കുറയുന്നത്? അതായത് ജനങ്ങൾക്ക് പൊതുവെ ഈമാൻ കുറയുന്ന സമയത്ത് അള്ളാഹു ഇതുപോലുള്ള വ്യക്തികളെ സൃഷ്ടിക്കുകയും അള്ളാഹു അവനോട് സംഭാഷണം തുടരുകയും ജനങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ ഇൽഹാം ഇറക്കുകയും ചെയ്യുന്നു. കിതാബുൽ ബരിയ റുഹാനി ഖസായിൻ പേജ് നമ്പർ 12 ഇന്ന് എടുത്താണ് ഉദ്ധരണി. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ പരിസമാപ്തി കുറിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे, लो तुम्हें तौर तसल्ली
तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया